ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ശ്രീമദ് ഭാഗവതത്തിൽ ചതുർത്ഥസ്കന്ധത്തിൽ പരമപ്രധാനമായി മൈത്രേയൻ വിതുരരോട് ഉപദേശിക്കുന്ന ഒരു പ്രബന്ധം. ചതുർത്ഥസ്കന്ധത്തിൽ ദക്ഷപ്രജാപതിയുടെ 16 മക്കളിലെ 13 പെൺമക്കളെയും ധർമ്മന് വിവാഹം ചെയ്തു കൊടുത്തു. അവരിൽ നിന്ന് ഓരോ സന്താനങ്ങളും ഉണ്ടായി. ഈ ധർമ്മന് വിവാഹം ചെയ്തു കൊടുത്ത 13 പെൺമക്കളും ധർമ്മത്തിൻ്റെ വൃത്തികളാണ്. അതായത് സദ്വൃത്തികൾ എന്നാണ് സമാധി ഭാഷയിൽ ഇതിനെ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പം സാക്ഷാൽ സൃഷ്ടാവായിരിക്കുന്ന ബ്രഹ്മദേവൻ്റെ നെഞ്ചിൽ നിന്നും ഹൃദയഭാഗത്തിന് മുൻപിൽ നിന്നും ഈശ്വരൻ്റെ മുൻഭാഗം ധർമ്മമെന്നും ഈശ്വര സൃഷ്ടാവായ പ്രജാപതിയുടെ പിൻഭാഗം അധർമ്മവും ഉണ്ടായി എന്നാണ്. അപ്പോൾ ധർമ്മ അധർമ്മങ്ങൾ ഉണ്ടായ അവസ്ഥയെക്കുറിച്ച് ഭാഗവതത്തിൽ ഇങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് പൃഷ്ഠഭാഗം അധർമ്മമെന്നാണ്. അപ്പം ബ്രഹ്മപ്രജാപതിയുടെ മുതുകിൽ നിന്ന് അധർമ്മം ഉണ്ടായി എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ അധർമ്മത്തിൻ്റെ ഒരു വംശപരമ്പര തന്നെയുണ്ട്. ഈ വംശപരമ്പര, അധർമ്മത്തിൻ്റെ വംശപരമ്പര എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു അത്ഭുതം തോന്നാം. എന്നാൽ ഇത് ഭാഗവതത്തിൽ വ്യാസഭഗവാൻ വളരെ വ്യക്തമായി ഇതിനെ കഥാരൂപത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് എന്ന് നോക്കാം. ഈ അധർമ്മത്തിൻ്റെ വംശപരമ്പര അതിനെക്കുറിച്ച് സൂചിപ്പിച്ചിരിക്കുന്നത്, അധർമ്മത്തിന് മൃഷ എന്നു പേരായ ഒരു ഭാര്യ ഉണ്ടായിരുന്നു. അപ്പോൾ അധർമ്മത്തിൻ്റെ ഭാര്യ മൃഷ എന്നാണ്. ഈ മൃഷ എന്നതിന് അസത്യം എന്നാണ് സമാധി തലത്തിൽ അർത്ഥം എടുക്കുന്നത്. മൃഷ എന്ന് പറഞ്ഞാൽ അസത്യം എന്നാണ്. അപ്പോൾ അധർമ്മത്തിൻ്റെ ഭാര്യ മൃഷയാണ്. അപ്പോൾ അധർമ്മത്തിൻ്റെ ഭാര്യയായ മൃഷയിൽ അധർമ്മത്തിന് ദംഭം എന്നൊരു പുത്രനും മായ എന്നൊരു പുത്രിയും ഉണ്ടായി. 2 സന്താനങ്ങളുണ്ടായി അധർമ്മത്തിൽ നിന്ന്. അത് ദംഭം എന്ന പുത്രനും മായ എന്ന പുത്രിയുമായി. ഈ ദംഭവും മായയും തമ്മിൽ ഈ സഹോദരങ്ങൾ പരസ്പരം വിവാഹം ചെയ്തു. അപ്പം ദംഭം മായ എന്ന സഹോദരിയെ വിവാഹം ചെയ്യുകയും, അപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിച്ചാൽ അറിയാമല്ലോ, ഡംഭുള്ളിടത്ത് മായ ഉണ്ടാവുക സ്വാഭാവികമാണ്. അപ്പം ഇവിടെ നമ്മൾ ഈ കഥ നോക്കുമ്പം ഇത് മാനുഷികമായ തലത്തിൽ നമ്മൾ അനുകരിക്കാവുന്ന ഒന്നല്ല. ആ മാനുഷികമായ തലത്തിൽ ഇതിനെ ചിന്തിക്കാനും പറ്റില്ല. ഇപ്പം ദംഭ് മായ എന്ന് പറയുന്നത് സഹോദരങ്ങളാണ്, ഇവർ തമ്മിൽ വിവാഹം ചെയ്തു എന്നൊക്കെ മാനുഷികമായ തലത്തിൽ ചിന്തിച്ചാലോ ചോദിച്ചാലോ ഇതിനൊന്നും ഉത്തരം നമുക്ക് ചിന്തിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതിനെ സമാധി തലത്തിൽ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ മനുഷ്യ സ്വഭാവത്തിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ് സത്യത്തിൽ ഈ കഥയെ സമാധി തലത്തിൽ അനലൈസ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് നോക്കാം, ഈ ദംഭം എന്ന് പറയുന്നതും മായ എന്ന് പറയുന്ന ദമ്പതികളുടെ സന്താനങ്ങളായി ലോഭവും ഷഡതയും ഉണ്ടായി. അപ്പോൾ ദംഭവും മായയും കൂടെ വിവാഹം ചെയ്തു കഴിഞ്ഞപ്പോൾ അവരിൽ നിന്നുണ്ടായ സന്താനങ്ങളാണ് ലോഭവും ഷഡതയും. അവരും അതേപോലെ വിവാഹം കഴിച്ചു. അവർക്കും 2 സന്താനങ്ങളുണ്ടായി. അവർ ക്രോധവും ഹിംസയും എന്ന് പറയുന്ന സന്താനങ്ങളുണ്ടായി. അപ്പോൾ ക്രോധമുണ്ടായി, സിംഹയുണ്ടായി. എന്നത് ദമ്പത്തിൽ നിന്നും മായയിൽ നിന്നും. അപ്പം വീണ്ടും അവർക്ക് ഇവരുടെ പുത്രനായി കലി ഉണ്ടാകുകയും പുത്രിയായി ദുരുക്തിയും ജനിച്ചു.
അപ്പം ലോഭത്തിൽ നിന്നും ഷഡതയിൽ നിന്നും, ലോഭവും ഷഡതയും തമ്മിൽ വിവാഹം ചേർന്നപ്പോൾ അവരുടെ സന്താനങ്ങളായി ഒരു പുത്രനുണ്ടായി കലി, ഒരു പുത്രി ഉണ്ടായി ദുരുക്തി. ഈ ദുരുക്തിയിൽ കലി ഭയത്തെയും മൃത്യുവിനെയും ഉൽപ്പാദിപ്പിച്ചു. അപ്പം ദുരുക്തി അവരും വിവാഹം ചെയ്തു എന്നാണ്. അപ്പം മൃത്യുവും ഉണ്ടായി, കലിയും ഉണ്ടായി. അപ്പം നോക്കൂ, ഇങ്ങനെയാണ് അധർമ്മത്തിൻ്റെ വംശപരമ്പര ഭാഗവതത്തിൽ ആചാര്യൻ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതിനെ സത്യസന്ധമായി നമ്മൾ അനലൈസ് ചെയ്ത ഇത് കഥയായിട്ട് കാണാതെ, ഇത് താത്വികമായി നമ്മൾ ചിന്തിക്കാനാണല്ലോ ഭാഗവതം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ താത്വികമായിട്ട് നമ്മൾ ഈ ആശയത്തെ, ഈ അധർമ്മത്തിൻ്റെ വംശപരമ്പരയാണ് കൊടുത്തിരിക്കുന്നത്. അധർമ്മത്തിൽ എങ്ങനെ അധർമ്മം ഉണ്ടാകുന്നു, എവിടെ നിന്നുണ്ടായി, ആ അധർമ്മം ആരോടുകൂടി ചേർന്നു, മൃഷ എന്ന് പറയുന്ന അസത്യം. നമുക്കറിയാം അധർമ്മം എവിടെയുണ്ടോ അവിടെ അസത്യമുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്നപ്പോൾ അതിൽ നിന്നാണ്, അതായത് ദംഭം എന്ന് പറയുന്ന പുത്രനും മായി എന്ന് പറയുന്ന പുത്രനുണ്ട്. അപ്പോൾ ഇത് അധർമ്മവും അസത്യവും കൂടെ ചേരുമ്പോൾ എന്താ, ഡംഭ് ഉണ്ടാകും, മായ ഉണ്ടാകും. അവർ രണ്ടും കൂടെ ചേർന്നാലോ പിന്നെ എന്താ ഉണ്ടാകുന്നത്, ലോഭവും ഷഡതയും ഉണ്ടാകും. അത് രണ്ടും കൂടെ ചേരുമ്പോൾ ക്രോധവും ഹിംസയും ഉണ്ടാകും. ആ ക്രോധവും ഹിംസയും കൂടെ ചേരുമ്പം കലിയും ഉണ്ടാകും, ദുരുക്തി ഉണ്ടാകും. അപ്പോൾ അതിൽ നിന്ന് മൃത്യു ഉണ്ടാകും, ഭയവും ഉണ്ടാകും. അപ്പോൾ ജീവിതം ഇത്രയും ഉണ്ടായി കഴിഞ്ഞാൽ ആ ആളിൻ്റെ അവസ്ഥ എന്താ, ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന അവസ്ഥയാണ്. ഒരു വ്യക്തിയിൽ അധർമ്മം ഉണ്ടായാൽ ആ അധർമ്മം, അതായത് അസത്യത്തോട് ചേരും, അസത്യവും അധർമ്മവും കൂടെ ചേരുമ്പോൾ അതിൽ നിന്ന് ഈ ഡംഭ് ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ തുടർന്ന് ഈ ഡംഭും അസൂയയും ക്രോധവും കലിയും ഹിംസയും ഷഡതയും ദുരുക്തിയും ഭയവും ഇതെല്ലാം കൂടെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ അധപ്പതിപ്പിച്ച്, ഈ ദുരുക്തിയിലുണ്ടാകുന്ന ഭയവും മൃത്യുവും കൂടെ ചേരുമ്പോഴത്തേക്ക് ആ ജീവനിൽ നരകവും മരണഭയവും നരകവും ഉണ്ടാകും. ഇതാണ് സത്യസന്ധമായ ആശയം. ഇതിനെ വളരെ വേണ്ട വിധത്തിൽ ചിന്തയ്ക്ക് വിധേയമാക്കി ജീവിക്കുന്ന മനുഷ്യർക്ക് ഒരിക്കലും ജീവിതത്തിൽ അധപ്പതനവും അപജയവും പരാജയവും ഒന്നും സംഭവിക്കില്ല എന്നുള്ളതാണ് സജ്ജനങ്ങളെ സത്യം. അതുകൊണ്ട് വ്യാസർ വളരെ ബുദ്ധിപരമായി ഒരു കഥാരൂപത്തിൽ, അതായത് പ്രപഞ്ചത്തിൻ്റെ സകല സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന പ്രജാപതിയിൽ നിന്ന് അധർമ്മവും ഉണ്ടായി, ഈശ്വരൻ്റെ മുൻഭാഗം ധർമ്മവും പിൻഭാഗം അധർമ്മവുമായി തന്നെ ചിത്രീകരിച്ചിട്ട് നോക്കൂ, വളരെ സത്യസന്ധമായ അവസ്ഥയിൽ മനുഷ്യന് ബോധമുണ്ടാകുന്ന രൂപത്തിൽ തന്നെ ഇതിനെ എഴുതി വച്ചിരിക്കുന്നു മക്കളായി. ഹരിയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. നല്ല സൽചിന്തകളും നല്ല സൽപ്രവർത്തികളും മാനവരാശി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരിയും ഹരിയും.